5 സംവിധായകരുടെ 5 കുഞ്ഞു സിനിമകൾ ചേർത്തുവെച്ച ഒരു ആന്തോളജി സിനിമയാണ് സോണി ലിവിൽ റിലീസായ ഫ്രീഡം ഫൈറ്റ്. സ്വാതന്ത്ര്യം എന്നൊരു തീമിനെ ബേസ് ചെയ്ത് വ്യത്യസ്ത സാമൂഹിക വിഷയങ്ങളെ അഡ്രസ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ഈ ആന്തോളജി സിനിമയിലെ ഓരോ സെഗ്മെന്റും. ലിംഗവിവേചനം മുതൽ സാമൂഹിക സാമ്പത്തിക വിവേചനം വരെ ഓരോ സെഗ്മെന്റിലും വിഷയമാകുന്നുണ്ട്. സിനിമയിലെ ആദ്യത്തെ സെഗ്മെന്റ് അഖിൽ അനിൽകുമാർ സംവിധാനം ചെയ്ത് രജിഷ വിജയൻ പ്രധാന കഥാപാത്രമായി എത്തിയ ഗീതു അൺചെയിൻഡ് ആണ്. ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സബ്ജക്റ്റാണ് ഈ സെഗ്മെന്റിന്റേത്. വിവാഹം ഉറപ്പിച്ച പെണ്ണ് പെട്ടെന്നൊരു ദിവസം ആ വിവാഹം വേണ്ടെന്ന് വെക്കുക. അതും അവൾ അത്രയും കാലം പ്രണയിച്ച ചെക്കനെ തന്നെയാണ് വിവാഹം കഴിക്കാൻ ഉറപ്പിച്ചതെന്ന് കൂടി ഓർക്കണം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവളുടെ കുടുംബം, അവളുടെ കൊളീഗ്സ്, തിരസ്കരിക്കപ്പെട്ട കല്യാണ പയ്യൻ ഇവരൊക്കെ എങ്ങനെയായിരിക്കും അവളോട് പ്രതികരിക്കുക? പെണ്ണിന്റെ മനസ്സ് ഒരു പിടികിട്ടാത്ത ചോദ്യമാണ്, അവിടെ നിറച്ച് നിഗൂഢതയാണ് എന്നൊക്കെ വിധി എഴുതുന്നതിന് മുമ്പ് ആ തീരുമാനത്തിന് പിറകിലെ കാരണം ഒന്ന് അറിയണമെന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ അതിനുള്ള ഒരു കാരണം ഈ സെഗ്മെന്റ് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും. നരേറ്റീവ് സ്റ്റൈലിലും മേക്കിങ്ങിലും കുറച്ച് ലൈറ്റായ ഒരു അപ്രോച്ചാണ് മറ്റ് സെഗ്മെന്റുകളെ അപേക്ഷിച്ച് ഗീതു അൺചെയിൻഡ് എന്ന സെഗ്മെന്റിന്റേത്. സോഷ്യൽ ഇഷ്യൂ ആണ് പ്രമേയമെങ്കിലും ലൈറ്റ് ഹാർട്ടഡ് ആയി കണ്ടിരിക്കാം. ഈ ഒരു ഷെയ്ഡിലുള്ള കഥാപാത്രങ്ങൾ രജിഷ വിജയനിലെ അഭിനേത്രിക്ക് ഒരു പുതിയ ചലഞ്ച് ഒന്നുമല്ലെങ്കിലും നന്നായി തന്നെ പ്രധാന കഥാപാത്രത്തെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. നരേറ്റീവിലെ പുതുമ കൊണ്ടും അഡ്രസ് ചെയ്യുന്ന തീമിന്റെ പ്രസക്തി കൊണ്ടും കണ്ടിരിക്കാവുന്ന ഒരു സെഗ്മെന്റ് ആണ് ഗീതു അൺചെയിൻഡ്. സിനിമയിലെ രണ്ടാമത്തെ സെഗ്മെന്റായ അസംഘടിതർ സംവിധാനം ചെയ്തിരിക്കുന്നത് കുഞ്ഞില മസിലാമണിയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയ, ഏറ്റവും കൂടുതൽ ചർച്ചയാകേണ്ട ഒരു വിഷയം തന്നെയാണ് അവർ പറയാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അസംഘടിത തൊഴിലിടങ്ങളിലെ ചൂഷണങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല സ്ത്രീകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അനുഭവിക്കുന്ന ടോയ്ലറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. അതുകൊണ്ട് തന്നെ സെഗ്മെന്റിലെ വിഷയമായ ടെക്സ്റ്റൈൽ ഷോപ്പുകളിലും മറ്റും ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ മൂത്രമൊഴിക്കാനാവാത്ത അവസ്ഥയെ എല്ലാ സ്ത്രീകൾക്കും വളരെയധികം റിലേറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. തൊഴിലിടങ്ങളിലെ ടോയ്ലറ്റ് സൗകര്യത്തിന് വേണ്ടിയുള്ള സ്ത്രീകളുടെ സമരം ഒരു ഡോക്യു ഫിലിം പോലെ പറഞ്ഞു പോവുകയാണ് ഈ സെഗ്മെന്റിൽ. ഏറ്റവും പ്രാധാന്യമുള്ള വിഷയമാണെങ്കിലും മേക്കിങ്ങിൽ വിസിബിൾ ആയ ഫ്ലോസ് കൂടുതലുള്ള ഒരു സെഗ്മെന്റ് ആയാണ് ഇത് അനുഭവപ്പെട്ടത്. ശ്രിൻഡയെ പോലെ അനുഭവ സമ്പത്തും കഴിവുമുള്ള ഒരു നടിയെ നന്നായി കൈകാര്യം ചെയ്യാൻ ഡയറക്ടർക്ക് കഴിഞ്ഞെങ്കിലും മറ്റുള്ളവരുടെ പ്രകടനത്തിൽ ഇടയ്ക്ക് വരുന്ന കൃത്രിമത്വത്തെ മറച്ചുവെക്കാൻ സംവിധാനത്തിന് കഴിഞ്ഞില്ല. ഒരു കലാസൃഷ്ടി എന്നതിനേക്കാൾ അവയർനെസ്സിലേക്കാണ് ഈ സെഗ്മെന്റ് കൂടുതൽ ചാഞ്ഞത്. എഡിറ്റിംഗിലും ഒരു അമേച്ചറിഷ് ഫീൽ ഉണ്ടായിരുന്നു. കൂടുതൽ പേരെ ഈ ഒരു സംഭവം മനസ്സിലാക്കിപ്പിക്കുക എന്നത് മാത്രമാണ് ഉദ്ദേശമെങ്കിൽ അതിന് ഈ സെഗ്മെന്റിന് കഴിയുമെന്നതിൽ സംശയമില്ല. മൂന്നാമത്തെ സെഗ്മെന്റ് ഫ്രാൻസിസ് ലൂയിസ് സംവിധാനം ചെയ്ത റേഷൻ ആണ്. ജിയോ ബേബി, കബനി എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ. ഒരു കഷ്ണം മീനിന് 2 കുടുംബങ്ങൾ നൽകുന്ന വിലയാണ് ഈ സെഗ്മെന്റിലെ സബ്ജക്ട്. സാമ്പത്തിക അന്തരം മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ എങ്ങനെ ബാധിക്കുമെന്ന് ഈ സെഗ്മെന്റ് കാണിച്ചു തരുന്നുണ്ട്. ചില വിഷ്വൽസിലൂടെ വളരെ സ്ട്രോങ് ആയ ചില തീമുകളെ മനസ്സിലേക്കിട്ട് തരുന്ന തരത്തിലുള്ള ഒരു മേക്കിംഗ് ആണ് സിനിമയുടേത്. ഒരു സാധാരണ കുടുംബത്തിലെ വീട്ടമ്മയ്ക്ക് പറ്റുന്ന ഒരു അബദ്ധം അവരെ എത്രമാത്രം പ്രഷറിൽ ആഴ്ത്തുന്നു എന്നതും ഒപ്പം കുടുംബത്തിലെ പവർ ഡൈനാമിക്സും പറഞ്ഞു പോകുന്നുണ്ട് ഈ സിനിമയിൽ. അടുത്തത് ജിയോ ബേബി സംവിധാനം ചെയ്ത ഓൾഡ് ഏജ് ഹോം ആണ്. സ്വാതന്ത്ര്യത്തിന്റെ നിർവചനം പലർക്കും പലതാണ്. അങ്ങനെ സ്വാതന്ത്ര്യത്തെ പലതരത്തിൽ നോക്കിക്കാണുന്ന 3 പേരുടെ കഥയാണ് ഓൾഡ് ഏജ് ഹോമിൽ പറയുന്നത്. ജോജു, രോഹിണി, ലാലി PM എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ. പെൻഷൻ പറ്റിയ ഡെമൻഷ്യ എന്ന അവസ്ഥയുടെ തുടക്കത്തിൽ എത്തി നിൽക്കുന്ന വ്യക്തി അയാൾക്ക് മേലുള്ള സ്നേഹത്തിൽ പൊതിഞ്ഞ നിയന്ത്രണങ്ങളെ വെറുക്കുന്നു. അത് അയാളെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യമില്ലായ്മയാണ്. അയാളുടെ ഭാര്യ തനിക്ക് വൈകി കിട്ടിയ സ്വാതന്ത്ര്യത്തിൽ സന്തോഷവതിയായിരിക്കുന്നു. അതിനെ ഇനിയും കൈവിടാൻ അവർ ഒരുക്കമല്ല. ഇവരുടെ ഇടയിൽ പെടുന്ന ജോലിക്കാരിയായ സ്ത്രീക്ക് സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. തന്റെ മനസ്സിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ശരിയാണോ എന്ന് ഉറപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണവർ. ഇങ്ങനെ 3 വ്യത്യസ്ത വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെ നോക്കിക്കാണാൻ ശ്രമിക്കുകയാണ് ഓൾഡ് ഏജ് ഹോം. സംവിധാനം, എഡിറ്റിംഗ്, സിനിമയുടെ പേസ്, അഭിനേതാക്കളുടെ പ്രകടനം എല്ലാം മികച്ചു നിന്നു. ജോജുവിന്റെ പ്രകടനം ഗംഭീരമായിരുന്നു. സിനിമയിലെ തുടക്കത്തിലെ പോർഷൻ വളരെ ഗംഭീരമായൊരു തോട്ടായിരുന്നെങ്കിലും പ്രകടനത്തിലെ പാളിച്ചുകൊണ്ട് അതിന്റെ ഇമ്പാക്ട് കുറഞ്ഞു പോയതുപോലെ തോന്നി. അവസാനത്തെ സെഗ്മെന്റ് പ്രാതൂമു സംവിധാനം ചെയ്തിരിക്കുന്നത് ജിതിൻ ഐസക് തോമസ് ആണ്. OV വിജയന്റെ ധർമ്മപുരാണത്തിന്റെ തുടക്കത്തിൽ നിന്ന് കിട്ടിയ കൗതുകമുണർത്തുന്ന വരിയാണ് സെഗ്മെന്റിന്റെ പേരായി വന്നത്. ധർമ്മപുരാണത്തിന്റെയൊക്കെ തീമിന്റെ ഒരു ലിറ്ററൽ ആവിഷ്കാരമാണ് പ്രാതൂമുവിൽ കാണാൻ കഴിയുക. സോഷ്യൽ ക്ലാസിന്റെയും സ്റ്റേറ്റസിന്റെയും വ്യത്യാസം ചില മനുഷ്യരുടെ സ്വാതന്ത്ര്യ ബോധത്തിന് മേലെ വിസർജിച്ചു വെക്കുന്നതാണ് സിനിമ കാണിക്കുന്നത്. ഇത്തിരി ഡിസ്റ്റർബിംഗ് ആയ, കുറച്ച് അറപ്പുളവാക്കുന്ന ചില സീനുകളിലൂടെയാണ് സിനിമ സഞ്ചരിക്കുന്നത്. മെറ്റാഫറിക്കലായ ഒരു മാനം നൽകാനാണോ സംവിധായകൻ ഉദ്ദേശിച്ചതെന്നറിയില്ലെങ്കിലും സിനിമയിൽ കാണുന്ന വിഷ്വലുകൾക്ക് ഒരു വ്യക്തിയുടെ സൈക്കോ തരത്തിനപ്പുറം ഒരു പ്രിവിലേജ് ക്ലാസ് അൺപ്രിവിലേജ്ഡ് ആയ വ്യക്തികളുടെ മേൽ ചെലുത്തുന്ന പവറിനെ ചിത്രീകരിക്കാൻ കഴിഞ്ഞോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അഭിനേതാക്കളുടെ പ്രകടനം മികച്ചതായിരുന്നു. സിനിമയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടോണും ആപ്റ്റായി തോന്നി. സിനിമയിലെ മന്ത്രി അഥവാ പ്രജാപതി ഒരു വ്യക്തിക്കപ്പുറം ഒരു പ്രതീകമായി രൂപാന്തരം പ്രാപിക്കുന്നതിന് മേക്കിംഗ് ഒരു തടസ്സമായതുപോലെ തോന്നി. ചുരുക്കത്തിൽ സ്വാതന്ത്ര്യം പ്രമേയമായി വന്ന ഈ 5 സെഗ്മെന്റുകളിലെയും വിഷയങ്ങൾ മുൻപും പലതവണ സിനിമയിൽ, സാഹിത്യത്തിലൊക്കെ ചർച്ചയായിട്ടുള്ളത് തന്നെയാണെങ്കിലും ഇന്നും പ്രസക്തി നഷ്ടപ്പെടാത്തത് തന്നെയാണ് എന്നതിൽ തർക്കമില്ല. സീരിയസ് ആയ വിഷയങ്ങൾ സീരിയസ് ആയി തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമയാണ് ഫ്രീഡം ഫൈറ്റ്. മേക്കിങ്ങിനേക്കാൾ കൂടുതൽ പറയുന്ന വിഷയത്തിന്റെ ഇന്റൻസിറ്റിയാണ് ഒരു സിനിമയിൽ നിങ്ങൾ നോക്കുന്നത്
നോക്കുന്നതെങ്കിൽ ഈ സിനിമ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. എന്നാൽ മേക്കിങ്ങിലെ പുതുമയും പെർഫെക്ഷനും സിനിമാറ്റിക് എക്സ്പീരിയൻസുമാണ് നിങ്ങൾക്ക് മുഖ്യമെങ്കിൽ ചെറിയ ചില പ്രശ്നങ്ങളെ കണ്ടില്ലെന്ന് നടിക്കേണ്ടി വരും. എന്താണ് ഫ്രീഡം ഫൈറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.